ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പല്ലവിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പ്രതാപൻ പ്രഭാവതിയോട് പറഞ്ഞപ്പോൾ അതെല്ലാം കൂളായിട്ട് കൈകാര്യം ചെയ്യുകയാണ് പ്രഭാവതി. ചേച്ചി, ഞാൻ പറഞ്ഞിട്ട് എന്താ ഒന്നും മനസ്സിലാക്കാത്തത് എന്നൊക്കെ വീണ്ടും പ്രതാപൻ പ്രഭാവതിയോട് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എടാ പ്രതാപ, ഇത് കൊടുങ്കാറ്റിന് മുന്നേ ഉള്ളൊരു ശാന്തതയാണ്. ഇങ്ങനെ കടങ്കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഒന്ന് തുറന്ന് പറയുമെന്ന് പ്രതാപനും പറയുന്നുണ്ട്. എന്നാൽ പ്രതാപന്റെ മുന്നിൽ നിന്ന് പരിഹാസത്തോടെ ചിരിക്കുകയാണ് പ്രഭാവതി. അത് കണ്ടിട്ട് പ്രതാപനാണെങ്കിൽ വളരെ ദേഷ്യവും വരുന്നുണ്ട്. പ്രതാപ, നമ്മൾ ഒരുക്കുന്ന ചതിയുടെ ചതുരംഗ കളിയിലെ വെറും ഒരു കണ്ണിയാണ് ആ പല്ലവി. നമ്മൾ കൊടുക്കുന്ന ഒറ്റമൂലി. ചില ആളുകളെ നേരിട്ട് കുത്തി മുറിവേപ്പിച്ചാൽ അവർക്ക് വേദനിക്കില്ല. അങ്ങനെ ഒരു ജനസിൽ പിറന്നവളാ പാർവതി. അവളെ നമ്മൾ എത്ര വേദനിപ്പിച്ചാലും അവൾ സഹിക്കും. അവൾക്ക് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചാൽ അവൾ അത് താങ്ങില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? പല്ലവിയെ ഞാൻ കയ്യിലെടുക്കുന്നതും ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും അവളോടുള്ള പ്രത്യേക ഒരു ഇഷ്ടം കൊണ്ടല്ല, അവളെ പാർവതിക്കെതിരെയുള്ളൊരു ആയുധമാക്കാനാ. നീ നോക്കിക്കോ, പല്ലവി എന്ന ആയുധം വെച്ച് പാർവതിയെ ഞാൻ വെട്ടി വീഴ്ത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ പ്രഭാവതിയും പ്രതാപനും നിൽക്കുന്നുണ്ട്. ഇതേ സമയം വിശാലിന്റെ മുറിയിൽ ചായയുമായി വന്നിരിക്കുകയാണ് പാർവതി. വിശാൽ എന്തൊക്കെയോ വർക്കിലായിരുന്നു. വിശാൽ സാർ എന്ന് പറഞ്ഞൊരു പുഞ്ചിരിയോടെ ചായയുമായി നിൽക്കുകയാണ് പാർവതി. ആഹാ, പാർവതിയോ, വരൂ എന്ന് പറഞ്ഞ് വിശാലും സ്നേഹത്തോടെ തന്നെ പാർവതിയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. തലവേദന എങ്ങനെയുണ്ടെന്നൊക്കെ പാർവതി ചോദിച്ചപ്പോൾ തലവേദന ഇച്ചിരി കുറവുണ്ട്, ജലദോഷം അങ്ങനെ തന്നെയുണ്ട് എന്ന് വിശാൽ പറഞ്ഞത് വിശാലിന്റെ നെറ്റിയിൽ തൊട്ടു നോക്കിയിട്ട് പാർവതി പറയുന്നുണ്ട്, പനിയൊന്നുമില്ലല്ലോ, ഈ മസാല ചായ കുടിക്ക്, ജലദോഷത്തിന് നല്ല ആശ്വാസം കിട്ടും. അങ്ങനെ ആ ചായ വിശാലിന് കൊടുക്കുകയാണ് പാർവതി. ഈ ചായയുടെ മണം അറിയാൻ പറ്റുന്നോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഇല്ല, ഇപ്പൊ അറിയില്ല, പക്ഷേ ഒരു മണവും അറിയാൻ കഴിയുന്നില്ലെങ്കിലും എന്റെ പെണ്ണിന്റെ സുഗന്ധം അറിഞ്ഞാൽ മതി എന്നിങ്ങനെ വിശാൽ പറഞ്ഞപ്പോൾ നാണത്തോടെ പാർവതി നിൽക്കുന്നത് കണ്ട് വിശാൽ ചോദിക്കുന്നുണ്ട്, എന്താ അത് പറഞ്ഞപ്പോ ഒരു നാണം, ഒന്ന് പോയേ എന്ന് നാണത്തോടെ പാർവതി പറയുന്നുണ്ട്. ആ ചായ അവിടെ വെച്ചിട്ട് പാർവതിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് വിശാൽ. എവിടെ, ഞാനൊന്ന് കാണട്ടെ, എന്റെ പെണ്ണിന്റെ നാണം ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പാർവതിയെ തിരിച്ച് തന്റെ നേർക്ക് നിർത്തുകയാണ് വിശാൽ. അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഒടുവിൽ പാർവതി നാണം കൊണ്ട് കണ്ണു പൊത്തുന്നു. വിശാൽ പറയുന്നു, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നുന്നു. ഇപ്പോ എനിക്ക് നിന്റെ സുഗന്ധം അറിയാൻ പറ്റുന്നുണ്ട് പാർവതി. പിന്നെയും പാർവതിയെ തന്റെ നേർക്ക് പിടിച്ചു നിർത്തിയിട്ട് പാർവതിയുടെ കവിളിൽ ഇങ്ങനെ സ്നേഹത്തോടെയും റൊമാൻസോടെയും പിടിക്കുകയാണ് വിശാൽ. അവർ പരസ്പരം പ്രണയത്തോടെ നിൽക്കുന്നു. എന്നിട്ട് പാർവതിയുടെ നെറുകയിൽ ചുംബനം കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു വിശാൽ. പെട്ടെന്ന് പാർവതിയെ ചിരിച്ചുകൊണ്ട് വിശാലിനെ തള്ളി മാറ്റി. അതെ, നാളെ എനിക്ക് അമ്പലത്തിൽ പോവാനുള്ളതാ എന്ന് പാർവതി പറഞ്ഞപ്പോൾ അമ്പലത്തിലോ, ഏതമ്പലത്തിൽ എന്ന് വിശാൽ ചോദിക്കുന്നു. പൗർണമി ദേവി ക്ഷേത്രത്തിൽ. ദേ സാറ് വരണോ എന്റെ കൂടെ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഞാനും വരണോ എന്ന് വിശാൽ ചോദിക്കുന്നു. വരണം, സാറെന്താ വരില്ലേ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, പിന്നെന്താ, പാർവതി വിളിച്ചാൽ ഞാൻ എവിടെയും വരും. എപ്പോഴാ പോണ്ടേന്നും ചോദിക്കുന്നുണ്ട്. രാവിലെ നേരത്തെ പോണം. നമ്മൾ മാത്രമല്ല ക്ഷേത്രത്തിൽ പോകുന്നത്, ജാസ്മിനും സുശീലപ്പച്ചിയും ഗാർഗിയും ഒക്കെ വരുന്നുണ്ട്. വിശാൽ പറയുന്നു, ജാസ്മിനും സുശീല ആന്റി വന്നാൽ അത് തലവേദനയാവും, നമുക്ക് അവരെ കൂടാതെ പോയാലോ? അത് ശരിയാവില്ല, അവരെയും കൂട്ടിയേ പോകാൻ പറ്റുമെന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, എന്താ ഇത്രയ്ക്ക് നിർബന്ധം? പൗർണമി ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴി അവർക്കേ അറിയൂ, അപ്പൊ പിന്നെ അവരെ കൂട്ടാതെ എങ്ങനെയാ? അതെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, എന്നാ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പാർവതി പോകുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് വിശാലിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് നാണത്തോടെ പാർവതി അവിടെ നിന്ന് ഓടിപ്പോയി. അത് കണ്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് വിശാൽ. പിന്നീട് കാണിക്കുന്നത് രാവിലെ. എല്ലാവരും പൗർണമി ദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്നു. ജാസ്മിൻ ആണെങ്കിൽ ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടിരിക്കുകയാണ്. സുശീലയും റെഡിയായി വന്നിരിക്കുന്നു. ഗാർഗിയും റെഡിയായി അവിടേക്ക് വന്നിരിക്കുന്നുണ്ട്. അല്ല, കഥാനായകനും നായികയും വന്നില്ലേ എന്ന് ഗാർഗി ചോദിക്കുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നട അടയ്ക്കുന്നതിന് മുമ്പ് പൗർണമി ദേവി ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കൂ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നു, അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, നീ എന്തിനാടി ജാസ്മിൻ പെട്ടെന്ന് ഒരു അമ്പല പരിപാടി പ്ലാൻ ചെയ്തത്, അതും നിരീശ്വരവാദിയായ ജാസ്മിൻ? അത് കേട്ട് സുശീലയോട് ജാസ്മിൻ പറയുന്നുണ്ട്, ആന്റി, ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിരീശ്വരവാദിയാണെന്ന്? ഇല്ല, ജാസ്മിൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് സുശീലയും. അവിടേക്ക് പ്രഭാവതിയും പ്രതാപനും എത്തി. നിങ്ങൾ മൂന്നുപേരും കൂടി അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ പോകുന്നത് എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട്. എന്താ പ്രോഗ്രാം? മുല്ലപ്പൂക്ക് ചൂടിയിട്ടുണ്ടല്ലോ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഗാർഗി പറയുന്നുണ്ട്, അമ്മേ, ഞങ്ങള് പൗർണമി ദേവി ക്ഷേത്രത്തിലേക്ക് പോവാണ്. പൗർണമി ദേവി ക്ഷേത്രത്തിലേക്കോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പ്രഭാവതി പറഞ്ഞതും സുശീല പറയുന്നു, ഇന്നലെ രാത്രിയായിരുന്നു പ്ലാൻ ചെയ്തത്, എല്ലാം പെട്ടെന്നായിരുന്നു പ്രവേശി. ആ സമയം വിശാലും പാർവതിയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് വരുന്നത്. അത് കണ്ടിട്ട് പ്രതാപൻ ചോദിക്കുന്നു, ഇവരും വരുന്നുണ്ടോ എന്ന്. ഞങ്ങളെല്ലാം ഒരുമിച്ചാ പോകുന്നത്
എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി ചില സംശയത്തോടെ ചോദിക്കുന്നു, ഇതെന്താ എല്ലാവരും കൂടി ചേർന്ന് പെട്ടെന്നൊരു ക്ഷേത്ര ദർശനം? ശരിക്കും ഇന്ന് അമ്പലത്തിൽ പോണമെന്ന് തീരുമാനിച്ചത് ജാസ്മിനാണ്. എന്നെ ഗാർഗി പറഞ്ഞതും വിശ്വസിക്കാനാകാതെ നിൽക്കാണ് പ്രഭാവതിയും പ്രതാപനും. അവള് പാർവതിയോട് പറഞ്ഞപ്പോ പാർവതിക്കും താല്പര്യമായി. കേട്ടപ്പോ എനിക്കും സുശീല ആന്റിക്കും ഒപ്പം പോണോന്ന് വിചാരിച്ചു. പാർവതി പറയുന്നു, ജാസ്മിന് ഈശ്വരവിശ്വാസം തോന്നി തുടങ്ങുന്നത് അവളുടെ ഭാവി ജീവിതത്തിന് നല്ലതല്ലേ എന്ന് കരുതിയ ഞങ്ങളും കൂടെ പോന്നത്. വിശാൽ പറയുന്നു, പാർവതി പോണമെന്ന് പറഞ്ഞു വിളിക്കുമ്പോ എനിക്ക് കൂടെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൂടെ പോന്നെ. അമ്മയും പ്രതാപൻ സാറും വരുന്നുണ്ടോ? എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടി ചേർന്ന് പോകാം എന്ന് പാർവതി ചോദിച്ചതും പ്രഭാവതി, ഏയ് നിങ്ങൾ പോയിട്ട് വരൂ, ഞങ്ങൾ വരുന്നില്ലെന്നും പറയുന്നുണ്ട്. നിങ്ങൾ 5 പേരും കൂടി എങ്ങനെയാ പോകുന്നത്? 2 കാറിലാണോ എന്നെ പ്രഭാവതി പറഞ്ഞതും വിശാൽ പറയുന്നു, എല്ലാവരും കൂടി ചേർന്ന് എന്റെ കാറില്, അതിൽ വിശാലായിട്ട് പോവാലോ, പിന്നെ എന്തിനാ മറ്റൊരു കാറും കൂടി? ശരി, എങ്കിൽ പോയിട്ട് വരൂ എന്നെ പ്രഭാവതി പറയുന്നുണ്ട്. എല്ലാവരും പോകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ, നിന്റെ തലയിലെ പൂവ് ശരിയായിട്ടില്ല, ഒന്ന് തിരിഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്റെ തലയിലെ പൂ നന്നായി വെച്ച് കൊടുക്കുകയാണ് പ്രഭാവതി. നിങ്ങൾ പോയി കാറിലിരുന്നോ, ഇവളിപ്പോ വരുമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. ജാസ്മിൻ, നീ എന്താ ആ പാർവതിയെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? ഒന്നും കാണാതെ നീ ഒന്നും ചെയ്യില്ല എന്നെനിക്കറിയാം എന്നെ പ്രഭാവതി ജാസ്മിനോട് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, ഇന്ന് അവൾ ഉടലോടെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്ന ദിവസമാണ് ആന്റി. പാർവതിയെ തീർക്കണം, അതിനൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്. അത് ആ അമ്പലത്തിൽ വെച്ച് ഞാൻ നടപ്പിലാക്കും. ഞാൻ ഒരുക്കിയിരിക്കുന്ന കെണിയിൽ വീണ് അവൾ ചാകും. ആന്റി മംഗളം അവളുടെ മരണവാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരുന്നോ? അത് കേട്ടിട്ട് സന്തോഷത്തോടെ പ്രഭാവതി പറയുന്നു, അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെയാ കാര്യങ്ങളും. ജാസ്മിൻ, നിന്റെ പ്ലാൻ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ശരി, സംഗതി നടന്നിരിക്കണം. ഇത്തവണ അവള് രക്ഷപ്പെടരുത്. ഇത്തവണ എന്തായാലും പിഴക്കില്ല. പാർവതിയുടെ ശല്യം ഇന്ന് കൊണ്ട് തീരും. ആന്റി മംഗളം അവളുടെ ശവം സ്വീകരിക്കാനായി ഒരുങ്ങിയിരുന്നോളൂ എന്ന് പറഞ്ഞ് ജാസ്മിനും സന്തോഷത്തോടെ തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. ജാസ്മിൻ പോയ ശേഷം പുഞ്ചിരിയോടെ പ്രഭാവതിയും പ്രതാപനും നിൽക്കുന്നുണ്ട്. ആ പ്ലാൻ കേട്ടതിനു ശേഷം സന്തോഷത്തോടെ പ്രതാപൻ പറയുന്നു, ചേച്ചി, ഈ ജാസ്മിൻ ആള് കൊള്ളാലോ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും പൗർണമി ദേവി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നുണ്ട്. എന്നാൽ ഇവരാരും അറിയാതെ മണിക്കുട്ടനും ഇവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ എത്തിയ ശേഷം ഇതാണ് പൗർണമി ദേവി ക്ഷേത്രമെന്ന് ജാസ്മിൻ പാർവതിയുടെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ പൊങ്കാല ഇടുന്നത് പാർവതി കാണുന്നുണ്ട്. ഇത് വലിയ ക്ഷേത്രമാണല്ലോ എന്ന് പാർവതി പറയുന്നുണ്ട്. ചെന്ന് പ്രാർത്ഥിക്കുന്ന ജാസ്മിൻ പാർവതിയോട് പറയുന്നു. അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നോളാം. വിശാൽ സാർ, അർച്ചനയ്ക്ക് രസീത് എഴുതിക്കണം എന്ന് പറഞ്ഞ് വിശാലും പാർവതിയും ഗാർഗിയും കൂടി പോയപ്പോൾ സുശീലയും ജാസ്മിനും നടക്കുന്നു. എല്ലാം നമ്മുടെ പദ്ധതി പ്രകാരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവള് നമ്മളോടൊപ്പം ക്ഷേത്രത്തിൽ വരൂ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അത് കേട്ട് സുശീല പറയുന്നുണ്ട്, അവൾക്ക് തല നിറച്ചും ഭക്തിയല്ലേ, അപ്പൊ പിന്നെ വരാതിരിക്കുവോ? ഇവൾ ഭക്തിയുടെ പേരിൽ എന്തും ചെയ്യും. അതുകൊണ്ടെന്താ, നമ്മുടെ ജോലി നമുക്ക് വേഗം തീർക്കാൻ സാധിച്ചില്ലേ എന്ന് ജാസ്മിൻ. എല്ലാം സെറ്റല്ലേ എന്ന് സുശീല ചോദിക്കുന്നു. ഞാനിവിടെ ഒരാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അയാളെ കൃത്യമായി എല്ലാം ചെയ്തോളും എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ആ സമയം അവിടേക്ക് ഒരു ഭ്രാന്തൻ വരുന്നു. ജാസ്മിനും സുശീലയ്ക്കും നിന്ന് വട്ടം കറങ്ങുകയാണ് അയാൾ. വേഗം പോയി മണിയടിക്കേ എന്നൊക്കെ പറഞ്ഞ് കൈ കൊട്ടിക്കൊണ്ടാണ് അയാൾ പോകുന്നത്. എന്നാൽ അയാളെ ഈ ജാസ്മിൻ ഇഷ്ടപ്പെടുന്നില്ല. വേഗം പോയി മണിയടിക്കേ, ഞാനൊന്നും പറയില്ല, വേഗം പോയി മണിയടിക്കേ എന്ന് പറഞ്ഞ് അയാൾ കൈ കൊട്ടിക്കൊണ്ടാണ് പോകുന്നത്. ആ സമയം അർച്ചനയ്ക്ക് രസീത് എഴുതുകയാണ് വിശാൽ. പാർവതിക്ക് വേണ്ടിയാണ് അർച്ചന ചെയ്യുന്നത് വിശാൽ. അത് കേട്ട് ഗർഗി ചോദിക്കുന്നു, ബ്രോ, ഒരർച്ചന മാത്രമേ ചെയ്യുന്നുള്ളോ? അപ്പോൾ വിശാൽ പറയുന്നുണ്ട്, പാർവതിക്ക് വേണ്ടി മാത്രം ചെയ്താൽ പോരെ, അതിന്റെ ഗുണം എനിക്കും കിട്ടുമല്ലോ. അതൊന്നും വേണ്ട, അതൊന്നും പോരാ, വിശാൽ സാറിനും അർച്ചന ചെയ്യണം എന്ന് പാർവതി. അതെ അതെ, അതും വേണമെന്ന് ഗാർഗി. അങ്ങനെ വിശാൽ പൂരം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പാർവതി. ആ സമയം ജാസ്മിന്റെയും സുശീലയും വട്ടം കറങ്ങുന്ന ആ ഗാർഗി അത് നോക്കാനായി അവിടേക്ക് പോകുന്നു. എന്താ അവിടെ, നിങ്ങൾ വരുന്നില്ലേ എന്ന് ഗാർഗി വിളിച്ചു ചോദിക്കുന്നു. ഞങ്ങളിതേ വരുന്നു, നിങ്ങൾ അകത്ത് കയറി തൊഴുതോളൂ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അങ്ങനെ വിശാലും പാർവതിയും ഗാർഗിയും കൂടി പോകുന്നു. പാർവതിയും വിശാലും ഗാർഗിയും കൂടി അകത്ത് തൊഴാൻ കയറി. ചുറ്റമ്പലത്തിൽ വലം വെച്ചോളൂ എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ഇവിടെ ഭർത്താവിന്റെ ആരോഗ്യത്തിന് വേണ്ടി മണിയടിക്കുന്ന ഒരു നേർച്ചയുണ്ടെന്ന് കേട്ടു. എനിക്ക് ആ നേർച്ചയൊന്നും നടത്തണമായിരുന്നു. തിരുമേനി പറയുന്നു, അതിനെന്താ, അത് നമുക്ക് നടത്താലോ. പൂജ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞ് തിരുമേനി പോയപ്പോൾ ഇവർ 3 പേരും തൊഴുതു നിൽക്കുകയാണ്. ഈ മണിക്ക് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഈ സമയത്ത് ഹാളിൽ ഇരിക്കുകയായിരുന്നു പല്ലവി. വിപിൻ അവിടേക്ക് ഓഫീസിലേക്ക് പോവാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ വിപിൻ സാറേ എന്ന് പറഞ്ഞ് പല്ലവി വിപിന്റെ അടുത്തേക്ക് പോകുന്നു. സാർ ഓഫീസിൽ പോവാണോ? അത് കേട്ട് വിപിൻ പറയുന്നുണ്ട്, അല്ല, മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോവാൻ ഇറങ്ങിയതാ. എടി, ഈ വേഷം കണ്ടാൽ നിനക്കറിയില്ലേ ഓഫീസിൽ പോവാണെന്ന്? പല്ലവി പറയുന്നു, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട സാർ സമ്മതിച്ചു തരുമോ? ഞാനും കൂടി വന്നോട്ടെ ഓഫീസിൽ? ചേച്ചിയും വിശാലേട്ടനും ഇല്ലാത്തതല്ലേ, അപ്പോ ചെയർപേഴ്സന്റെ ജോലി ഞാൻ ചെയ്യാമായിരുന്നു. ബിപിൻ പറയുന്നു, ചില്ലറ മോഹമൊന്നും അല്ലല്ലോ നിനക്ക്. ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ എന്താണെന്നാ നീ വിചാരിച്ചത്?
അല്ല ഏട്ടനും പാർവതിയും എവിടെ പോയെന്ന് ചോദിക്കുന്നു. അവരെല്ലാവരും കൂടി ഒരുങ്ങിക്കെട്ടി പൗർണമി ദേവി ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ പൗർണമി ദേവി ക്ഷേത്രോ അതെവിടെയാ എന്ന് വിപിൻ പറയുന്നു. ആ ജാസ്മിൻ കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് പല്ലവി. വിശ്വസിക്കാനകരെ ജാസ്മിൻ കൂട്ടിക്കൊണ്ടു പോയതോ എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു, ഇനി സാറും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഫീസിലേക്ക് വരട്ടെന്ന്. അതെ, നിന്റെ ബോറടി മാറ്റാനുള്ള സ്ഥലമല്ല ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനി, തൽക്കാലം ബോറടിക്കാൻ മാത്രമേ ഉള്ളൂ നിവർത്തി എന്ന് പറഞ്ഞ് വിപിൻ പോകുന്നുണ്ട്. ദേഷ്യത്തോടെ പല്ലവി നിൽക്കുന്നു. സാർ നോക്കിക്കോ, അവളിരിക്കുന്ന കസേരയിൽ ഞാനിരിക്കും, എന്നിട്ട് ആ ഓഫീസ് ഞാൻ ഭരിക്കും. ഈ പല്ലവിയെ വിചാരിച്ചത്. ഈ സമയം സുശീലയും ജാസ്മിനും കൂടി ഒരാളെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അയാളെ കണ്ടുപിടിക്കുന്നുണ്ട്. അയാളോടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താ എല്ലാം ഓക്കെ അല്ലേ എന്ന് ജാസ്മിൻ അയാളോട് പറയുന്നു. മേഡം പറഞ്ഞതുപോലെ മണിയിൽ കറണ്ടിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ആരും കാണാതെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാനത് ചെയ്തത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ വെറുതെയൊന്നുമല്ലല്ലോ, തനിക്ക് നല്ല കാശ് ഞാൻ തരുന്നില്ലേ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഈ കാര്യം പുറത്തെങ്ങാണോ അറിഞ്ഞാൽ അറിയാലോ എന്നെ. അങ്ങനെ അയാളെ വിരട്ടി പറഞ്ഞു വിടുകയാണ് ജാസ്മിൻ. സന്തോഷത്തോടെ സുശീലയും ജാസ്മിനും നിൽക്കുന്നു. എന്നിട്ട് രണ്ടുപേരും അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോയപ്പോൾ ആ മണിയിലെ കറണ്ട് കണക്ഷൻ കാണുകയാണ് ജാസ്മിൻ. ഇനി അവള് മണിയിൽ തൊടേണ്ട താമസം, ഇവള് ഇവിടെ കിടന്ന് പിടഞ്ഞു മരിക്കുമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. എന്നാൽ ജാസ്മിനും സുശീലയും ഇങ്ങനെ മണിയിൽ നോക്കി എന്തൊക്കെയോ പറയുന്നത് നേരത്തെ വന്ന ആ ഭ്രാന്തൻ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ കൈയും കൊട്ടി നിൽക്കുകയാണ്. മണിക്കുട്ടനും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ സമയം വിശാലും പാർവതിയും ഗാർഗിയും കൂടി എല്ലായിടത്തും തൊഴുതു കഴിഞ്ഞു. തിരുമേനിയുടെ അടുത്തെത്തി. തിരുമേനി അവർക്ക് പ്രസാദം കൊടുത്തു. തിരുമേനി, വിശാൽ സാറിന് ദീർഘായുസുണ്ടാകാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പാർവതി പറയുന്നു. പിന്നെന്താ, രണ്ടുപേരും കൂടി ചേർന്ന് നിന്നാളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കുകയാണ് തിരുമേനി. സന്തോഷത്തോടെ അവർ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.